ലിച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിങ്ങും കൂടിയാണ്. നിങ്ങൾ ഇത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നമുക്കിവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡായിട്ടാണ് എനിക്കിത് മനസ്സിലാവുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോ അതായത് നിങ്ങളിപ്പോ പല രീതിയിൽ നിങ്ങളുടെ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവാം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തികൾക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും അത്തരത്തിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ചില വ്യക്തികൾ പൂർണ്ണമായിട്ടും തന്നെ ഒരു പഴയ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോ എന്തു തന്നെ ആയാലും നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജി വരുന്നതായിട്ടാണ് കാണുന്നത്. അത് വളരെ ഒരു അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട്, അത് വളരെ പതുക്കെ അത് മുന്നോട്ട് പോകുന്നതായിട്ടും പതുക്കെ അതിനൊരു വളർച്ച ഉണ്ടാവുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ വളരെ ഹൈ എനർജിയിലേക്ക് എത്തിയിട്ടുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മജീഷ്യൻ കാർഡ് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ അത്രയധികം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പവർ വർദ്ധിച്ചിട്ടുള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തും അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള ആളുകളായിട്ട്, അത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചിന്തിച്ചെങ്കിൽ പോലും ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത്തരം ഒരു നിങ്ങളൊരു കാര്യം ജസ്റ്റ് ചിന്തിക്കുമ്പോഴത്തേക്ക് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്രയും ഒരു മജീഷ്യൻ എനർജിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചും കൂടി കൂടുതലായിട്ട് നിങ്ങളുടെ ചിന്തകളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു സെലിബ്രേഷന്റെ കാർഡാണ്. ഒന്നും പറയാനില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെലിബ്രേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ സെലിബ്രേഷൻ ആണ് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയും ഒന്നിച്ച് അത് നിങ്ങളുടെ ഒരു വിവാഹം പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒന്നിച്ച് നിങ്ങൾക്ക് കൂടാൻ കഴിയുന്നതാണ്. എങ്ങനെയായാലും നിങ്ങൾക്ക് ഈ വ്യക്തിയും ഒന്നിച്ച് ഒരു സെലിബ്രേഷൻ ആണ് നമുക്ക് ആദ്യം തന്നെ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് വരാൻ പോകുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ അവരുടെ ഉള്ളിലേക്ക്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇന്നർ വോയിസ് വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയായിരുന്നു പാസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, അത് എങ്ങനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോവാൻ കഴിയും എന്നൊക്കെ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോ പുതിയൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളിലേക്ക് വരുന്നതെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂ എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി തന്നെ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നതാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതുമായിരിക്കാം, മൂവ് ഓൺ ചെയ്ത് പോയൊരു വ്യക്തി. അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ലഭിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ അതിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്, ഏത് രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. വളരെ അട്രാക്റ്റീവ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെയധികം അട്രാക്റ്റീവ് ആണ്. വളരെയധികം ഫിസിക്കൽ അട്രാക്ഷനും ഈ ഒരു വ്യക്തിയിൽ നിന്ന്, ഈ വരാൻ പോകുന്ന വ്യക്തിയിൽ നിന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയധികം പാഷനേറ്റ് ആയിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു
പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾ കാലങ്ങളായിട്ട് ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു ചേഞ്ചസ് ആയിട്ടാണ്. നിങ്ങൾ അത്രയധികം കാത്തിരുന്ന മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി ചേഞ്ച് ആവാൻ പോകുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പൊ ഇവിടെ നമുക്ക് 5 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചില തീരുമാനങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ചിലപ്പോൾ ഫാമിലി ഒന്നിച്ചായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒന്നിച്ചായിരിക്കാം, ചർച്ച ചെയ്യാനും അതിലൂടെ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഒരു ചർച്ച ഉണ്ടാവുന്നതായിട്ടും അതിലൂടെ ഇത് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകുന്നതൊക്കെ ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു എനർജി അങ്ങനെ ആയിരുന്നിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചീറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് വളരെയധികം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ തന്നെ തോന്നൽ ആവാനും സാധ്യതയുണ്ട്. അല്ല മറ്റെന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പിന്നെ ഇത് ചില വ്യക്തികൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാനോ പുറത്ത് പറയാനോ കഴിയാത്ത തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നു. നിങ്ങൾക്ക് വേണ്ട സമയം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങളുടെ ഹസ്ബൻഡ് അങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാതിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സഹായിക്കുന്നതായിട്ട്, അതുപോലെ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അവർ കൃത്യമായിട്ട് തരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. വീണ്ടും പറയാം, ഇവിടെ വീണ്ടും നമുക്ക് ഒരു തുടക്കം തന്നെയാണ് കാണുന്നത്. വളരെ ഫണ്ണായിട്ടുള്ള, വളരെ ഹാപ്പി ആയിട്ടുള്ള, വളരെ ഫണ്ണായിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഈ റിലേഷൻഷിപ്പ് മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ നമുക്ക് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ടൈമാണ്, നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഇത്രയും നാൾ നിങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവാം, ഫേസ് ചെയ്തിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഈ ഒരു ടൈം, നിങ്ങളുടെ ഈ കഷ്ടപ്പാടും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളും വേദനകളും എല്ലാം മാറി ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുന്നത്. വീണ്ടും നമുക്ക് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് 10 ഓഫ് കപ്സ് ആണ്. നമുക്കറിയാം വളരെ ഇമോഷണലി ഫുൾഫിൽമെന്റ് തരുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നു. അത്തരം ഒരു കാർഡാണത്. ഫാമിലി, കുട്ടികള്, അതുപോലെ തന്നെ നിങ്ങളുടെ വീട്, അങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇമോഷണലി ആണ്, ഫിസിക്കലി മാത്രമല്ല ഇമോഷണലി നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല ഒരു ഹൈ എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട്, നിങ്ങളുടെ വ്യക്തിയും ഒന്നിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ചില വ്യക്തികൾക്കൊക്കെ ഇപ്പോൾ തന്നെ അതിന് ഒരു കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളതായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ അത്തരം ആളുകൾ അത് അറിയിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ ഒന്ന് നോക്കാം. ലെറ്റർ എൽ, നമ്പർ 19, ജൂലൈ മന്ത്. ലെറ്റർ എ, പാലക്കാട് ഡിസ്ട്രിക്ട്, അത്തം നക്ഷത്രം, കണ്ണൂർ ഡിസ്ട്രിക്ട്, കാസർഗോഡ് ഡിസ്ട്രിക്ട്, ജനുവരി മന്ത്, പൂരാടം നക്ഷത്രം, ഭരണി നക്ഷത്രം, മാർച്ച് മന്ത്, ആയില്യം നക്ഷത്രം, ഓഗസ്റ്റ് മന്ത്, നമ്പർ 24, പൂരുട്ടാതി നക്ഷത്രം, മലപ്പുറം ഡിസ്ട്രിക്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ക്ലൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ റീഡിങ്ങുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഈ ക്ലൂസ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. അടുത്ത റീഡിങ് നമുക്ക് വീണ്ടും കാണാം.